ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ് കേട്ടോ. നമ്മളെ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തി ഓളെന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി വേണം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇളം ചൂട് വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കണ അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണേ. അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മളെ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴക്കണം അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കണം കേട്ടോ. നമ്മളിതിൽ ഫില്ലിംഗ് വെച്ചിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബൗളൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങി അതിൻ്റെ തൊലിയെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഈ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നന്നായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ അളവ് പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഈ ഗരം മസാലക്ക് പകരം കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് എങ്ങനെയെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതി കേട്ടോ. അതുപോലെ നായി കിട്ടിയാൽ മാത്രം മതിയേ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടി ഒന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണ്ടേ. അതൊന്ന് പരത്തിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കണ ആ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിൽ ഉപയോഗിച്ചിട്ടൊക്കെ വേണമെങ്കിൽ പരത്തിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് ചെയ്തെടുക്കണത്. അപ്പോൾ ഞാനിത് അതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയതാക്കി പരത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുക കേട്ടോ. 2 ഭാഗം ആദ്യം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇനി ഈ 2 ഭാഗം കൂടിയും ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെ ഫില്ലിങ് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് അമർത്തി ഒട്ടിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ചെയ്യണം നിങ്ങൾ മുഴുവനായിട്ട് കാണിക്കുള്ളൂ കേട്ടോ. വീഡിയോ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും മുഴുവനായിട്ട് അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്നാക്സിൻ്റെ ഒരു ഭാഗം ബ്രൗൺ നിറായി വരുമ്പം മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം അതുപോലെ ബ്രൗൺ നിറാണ് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ സ്നാക്സിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മറ്റേ ഭാഗം കൂടി നന്നായിട്ട് ബ്രൗൺ നിറാണ് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ടേ.
അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സിൻ്റെ രണ്ട് ഭാഗമൊന്നും ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് കേട്ടോ അത്. കുട്ടികളെ കൊണ്ട് വെജിറ്റബിൾ കഴിപ്പിക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികൾ ആവശ്യമൊന്നും വരൂല കേട്ടോ. പിന്നെ കുറേ സമയം മസാല വഴറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടത്. എല്ലാവരും ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.